ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ വേണ്ട ചപ്പാത്തി വരുത്തിയ പാത്രവും പിന്നെ അതേ വെജിറ്റബിൾ സാലഡും ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇവിടെ ഒരാൾക്ക് ഓഫീസിൽ പോകണം, ഒരാൾക്ക് പോകണ്ടാത്തല്ല, ആദ്യകുട്ടൻ്റെ പല്ലിന് വേനയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ആ മരുന്ന് ജസ്റ്റ് ഒന്ന് കുടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ 2 ദിവസം സ്കൂളിൽ വിടണ്ടെന്നോർത്ത് അവനെ വിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇതേ ഓഫീസിൽ പോകാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി എല്ലാം സെറ്റാക്കി കൊടുത്തു വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ എനിക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആദ്യക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ഇതുവരെ അവനെ വിളിച്ചില്ല. രാത്രിക്ക് ഞാനും ആദ്യക്കുട്ടൻ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. കാരണം നമുക്കറിയാമല്ലോ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സഹിക്കാൻ മേലാത്തൊരു വേദനയിലൊന്നാട്ടോ ഈ പല്ലിന് വേദന. അപ്പം പിള്ളേരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി, അവർക്ക് വന്നാൽ എന്നതാ ചെയ്യുന്നത്. അപ്പം അവന് ഉറങ്ങാനും പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഐറ്റമായി പല്ലിന് വേന എന്ന് പറഞ്ഞ സാധനം. പണ്ട് തൊട്ടേ എൻ്റെ പല്ലിന് ഈ പറഞ്ഞ പോലെ എപ്പോഴും തന്നെ കാണും ഇതുപോലെ പല്ലിന് വേദന. അത് കേടില്ല പോലും പല്ലിന് വേദന വരും. കേടുള്ളത് കൊണ്ട് കേട്ടോ, കേടില്ലാത്ത പല്ലിനും വേദന വരും. അപ്പം നമുക്ക് ഇങ്ങനെ ചുറ്റിക്ക് വെച്ച് ഒരു അടിച്ചിങ്ങനെ പൊട്ടിക്കാൻ തോന്നും. ആ വേദന നമുക്ക് ഇങ്ങനെ സഹിക്കാൻ വരാതെ വരുമ്പം. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു പെയിൻ എത്രമാത്രം പെയിൻഫുള്ളാണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും, രാത്രിക്ക് അവൻ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല കേട്ടോ. അവന് വേദന കാരണം അവനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അനങ്ങിയും തിരിഞ്ഞും കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഒട്ടും ഉറങ്ങാൻ എനിക്കും പറ്റത്തില്ല. ഞങ്ങളും അപ്പോൾ പിന്നെ ഇവനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കും. പിന്നെ എപ്പോഴോ അവനും ഉറങ്ങി, ഞങ്ങളും ഉറങ്ങി. അങ്ങനെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ വിളിച്ചില്ല. മാക്സിമം ഉറങ്ങണം, അത്ര ഉറങ്ങട്ടെ, രാത്രിയിലോ ഉറക്കം ശരിയായില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പിന്നെ ഞാൻ ബാക്കി ഞങ്ങൾക്കുള്ള ചപ്പാത്തിയൊക്കെ എൻ്റെ ഇടയ്ക്ക് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കർട്ടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിയിട്ട് ഹാളിലൊന്ന് വെട്ടമൊക്കെ ആക്കും കേട്ടോ. രാവിലെ തന്നെ ഇവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേനോ അല്ല മിക്കപ്പോഴും രാവിലെ ആദ്യക്കുട്ടനായിരുന്നു ജനലൊക്കെ തുറന്ന് കർട്ടനെല്ലാം നീക്കി ഞങ്ങൾക്ക് വെട്ടം തരുന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ട് അവനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സെറ്റ് ഇങ്ങനെ ഇട്ടേ പിന്നെ അവന് പറ്റത്തില്ല. അപ്പം ഞാൻ ചെന്ന് ഇതൊക്കെ മാറ്റി പെരക്കകത്തോട്ട് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ ഒന്ന് കയറട്ടെന്ന് ഓർത്തിട്ടോ ജനലും ഒന്ന് തുറന്നിടുവേ. അപ്പോഴത്തേനും എൻ്റെ ആദ്യക്കുട്ടൻ എഴുന്നേറ്റ്. ഞാൻ അവിടെ അതെല്ലാം തട്ടും മുട്ടും ഒക്കെ ഒച്ച കേട്ടപ്പോഴത്തേനും അവൻ എഴുന്നേറ്റേ. പിന്നെ അതേ നേരെ എടുത്ത് വാഷ്റൂമിൽ കൊണ്ടുപോയി ബ്രഷൊക്കെ ഒന്ന് പതുക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പല്ലിന് വേദന മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ടെമ്പറേച്ചറും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഒരു ചെറിയൊരു ചൂട് പോലെ. അപ്പോൾ തലേ ദിവസം ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഓർത്തും കുഴപ്പമില്ലായിരിക്കും എന്നിങ്ങനെ ഓർത്തിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം പിന്നെ ഒരു ചൂട് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആകെപ്പാടെ എന്നാ ചെയ്യണമെന്നറിയില്ല. ടേബിളിൽ ഇരിക്കുന്നതാണ് മരുന്നാണ് കേട്ടോ. ഇവിടെ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ഈ പല്ലിൻ്റെ ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരോട് ചോദിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവൻ കുടിക്കത്തില്ല. അതാണൊരു വലിയ വിഷയം. ഇന്നലെ രാത്രിക്ക് ഒരു ശകലം എന്തോ ഇങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെയും 2 നേരം വെച്ച് കൊടുക്കേണ്ട മരുന്നുകളാണ്. അപ്പം എന്താ ഞാൻ ആദ്യക്കുട്ടനെ കുറച്ച് നേരം അവിടെ ഇരുത്തി. എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. അവനല്ലെന്നുണ്ടെ ഓരോന്നിങ്ങനെ കണകണകണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യക്കുട്ടനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അതേണ്ട സ്കൂളിലെ കാര്യമോ ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ വെജിറ്റബിൾ സാലഡ് കുറച്ചവന് വെച്ചിട്ടുണ്ടായിരുന്നേ. അതാകുമ്പം വലുതായിട്ട് ചവയ്ക്കുണ്ടല്ലോ, ഒത്തിരി കട്ടിയൊന്നും ഇല്ലല്ലോ എന്നോർത്ത് അവന് കുറച്ച് അത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏറ്റു വന്നപ്പോൾ തന്നെ ബ്രഷൊക്കെ ചെയ്യിച്ചതേണ്ട അത് കൊടുത്തു. അപ്പോൾ ഞാൻ കൈ ചൂണ്ടിയത് പുറത്തൊരു മഴക്കാറൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ. മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കിയത്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം അതാട്ടോ, നല്ല അടിപൊളി മഴക്കാറൊക്കെ വന്നിട്ട് കാറ്റ് വന്ന് മഴ കൊണ്ടുപോകുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നല്ല അടിപൊളി കാറ്റ് വരും. പിന്നെ മഴ എതിലേ പോയെന്നറിയത്തില്ല. അങ്ങനെ പിന്നെ അതേണ്ട ആദ്യക്കുട്ടൻ അതൊക്കെ കൊടുത്തിട്ട് ചൂടുണ്ടോയെന്നൊന്ന് ഞാൻ ആ തെർമോമീറ്റർ വെച്ചൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അവൻ വായിക്കാത്ത വെക്കുന്നതെന്ന് ഓർത്ത് വായും പൊളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പിള്ളേരുള്ള വീട്ടിലെല്ലാം കരുതി വെക്കേണ്ട ഒരു സാധനം കേട്ടോ, തെർമോമീറ്റർ. കാരണം പാരസെറ്റാമോളൊന്നും നമ്മൾ ചുമ്മാ അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. ഒരു 100 എബോങ്ങാണ്ട് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് എന്നോട് ഒരിക്കൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നോക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചൂട് നോക്കുന്നതിനെക്കാട്ടിലും ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും വ്യത്യാസം വരും. ഇപ്പം ഞാനിവന് നല്ല ചൂടുണ്ടെന്ന് ഓർത്ത കേട്ടോ. പക്ഷേ അത് വെച്ച് നോക്കിയപ്പോഴത്തേനും 98 എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ ചൂട്. അതിൻ്റെ ഒരു ചെറിയ ചൂട്, എന്നാലും ഒത്തിരി കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. 98 ഒത്തിരി കൂടുതലല്ല. അങ്ങനെ പിന്നെയും ഞാൻ അവന് നന്നായിട്ട് വെള്ളം കുടിച്ചോണമെന്ന് പണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടേ. കാരണം ആൻറ്റിബയോട്ടിക്കാണ് പല്ലിൻ്റെ വേദനയുടെ മരുന്ന്. അത് പനിക്കും അതുപോലെ തന്നെ ഇതുപോലെ ബോഡി പെയിനും എല്ലാത്തിനുമുള്ള മരുന്നുകളാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിച്ചോണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത്
ഞാൻ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. ഇൻ കേസ് കൂടുതൽ പനിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ ഹോസ്പിറ്റലിലാണെങ്കിൽ അത്രയും പോലും വരത്തില്ല. പേടിയാണ് കേട്ടോ, എല്ലാം ഭയങ്കര പേടിയാണ് ആദ്യക്കൂട്ടനെ. അപ്പോൾ അതേണ്ട അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ഓർത്ത് എന്നാ പറ്റിയെന്ന്. അപ്പോൾ അവന് ചൂടെടുത്തിട്ട് അവൻ കിടന്നോട് കാറിയത്. പിന്നെ ഞാൻ ഓടി വന്ന് ഫാനിട്ട് കൊടുത്തിട്ട് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തെ ആദ്യക്കുട്ടിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞേ. രാവിലെ വെജിറ്റബിൾ സാലഡ് ഒരു ശകലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചപ്പാത്തി കഴിച്ചാൽ പല്ലിൻ്റെ ഇടയിൽ കയറുമല്ലോ. ഞാനാണെങ്കിൽ ശകലം അരി എന്തേലും അരയ്ക്കാൻ ഇടണമെന്ന് ഓർത്തിട്ട് അതും നടന്നില്ല, മറന്നുപോയിരുന്നു. അത് ഞാൻ ഉച്ചയ്ക്ക് എടുത്തു വെച്ചിരുന്നുണ്ടെങ്കിൽ മറന്നുപോകും. അപ്പം ഇന്നലെ എന്തോ തിരക്കിൻ്റെ ഇടയിൽ അത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ഞാൻ ഓർത്തു ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുവാണെങ്കിൽ സോഫ്റ്റ് ആകുമല്ലോ. ഇച്ചിരി സോസൊക്കെ ഒഴിച്ചിട്ട് ഒരു മുട്ടയൊക്കെ കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങ് കുറച്ച് സോഫ്റ്റ് ആകും കേട്ടോ. നമ്മൾ മറ്റേ ചുമ്മാ ചപ്പാത്തി കഴിക്കുന്ന പോലെ വരത്തില്ല. അപ്പം ആദ്യക്കുട്ടൻ അത് വലിയ ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാവിലെ തന്നെ കഞ്ഞി വെന്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഞ്ഞി ചൂടുകഞ്ഞിയായിട്ട് കൊടുക്കാമെന്ന് ഓർത്ത്. പനിയുടെ ഉണ്ട്, അതിനും നല്ലതാണ്. പല്ലുവേനയ്ക്കാണേലും ചവയ്ക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് വെന്ത് കഞ്ഞി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിന് വേണ്ട, രാവിലെ ചോറൊന്നും വേണ്ട. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനുമാണ് കോളിംഗ് ബെല്ലടിച്ച ഫ്ലിപ്കാർട്ടുകാരനാണ് കേട്ടോ. ഇത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടും ഗിഫ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശില്പ നാട്ടിൽ നിന്നൊരു ടെഡിയെ ആദ്യകൂട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾ ജൂൺ 3 എന്താണോ കാണുന്നതിൻ്റെ ബർത്ത്ഡേ ജൂൺ 3 അപ്പം അന്നുള്ള സാധനം എന്താണോ അന്ന് വരുന്നതെന്ന് നോക്കി അയച്ചതാ. പക്ഷെ ഇന്ന് സാധനം വന്നപ്പോഴത്തേനും ജൂൺ കുറേ ആയി, 3 കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. ജൂൺ പകുതിയാവാറായി. അപ്പോഴത്തേനും അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതേണ്ട അതൊരു ടെഡി, അടിപൊളി ടെഡി. എനിക്കാണെങ്കിൽ ടെഡി ബെയറിനെ കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഓർത്ത് ആദ്യക്ക് ടെഡിയൊന്നും വലിയ താല്പര്യം ഇല്ലായിരിക്കും ഓർത്ത്. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവൻ്റെ അത്രയും വലിപ്പമുണ്ട്. പിന്നെ അവനാണെങ്കിൽ ബ്ലൂ കളറിൻ്റെ ആളാണ്. അതെന്നാ സംഭവം എന്നറിയത്തില്ല, സംഭവം എന്നറിയത്തില്ല കേട്ടോ. ഇവൻ കുഞ്ഞിലെ തൊട്ട് ഇവൻ്റെ ഒരു ബ്ലൂ തലേണയും കൊണ്ടൊക്കെ നടക്കത്തുള്ളൂ. ബ്ലൂ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ കളർ ഡ്രസ്സ് അങ്ങനെയൊക്കെ. എനിക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പ്രായത്തിലൊന്നും കളറിനോടൊന്നും. ഇവനെന്തോ ബ്ലൂ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനെക്കാട്ടിലും ഭയങ്കര അതിനെ കണ്ടപ്പോഴത്തേനും എക്സൈറ്റഡ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നേക്കാവെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇവൾ ടെഡിയെ മേടിച്ചെന്ന് പറഞ്ഞപ്പോഴും ഓർത്തെ ഇവന് വേണ്ടായിരിക്കും, എനിക്ക് എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ പാച്ചാളികളായിപ്പോയി, കിട്ടിയില്ല കേട്ടോ. ആദ്യക്കുട്ടൻ ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അതേണ്ട ഞങ്ങൾ നേരെ ഇനിയിപ്പം ശില്പയോട് വിളിച്ച് ശില്പയെ കാണിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഫോൺ വിളിക്കാൻ പോവാം കേട്ടോ. ഒന്നൊക്കെ ഹൈറ്റ് നോക്കിയപ്പോൾ ആദ്യക്കുട്ടൻ്റെ ഒരു കുറച്ച് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അത്രയും നീളമുണ്ട്. അത് ഞാൻ പറയാം, ഇനിയിപ്പോൾ നമുക്ക് കട്ടിലേലാണെങ്കിൽ ഓൾറെഡി സകല പാവകൾ, ഈ പെൻഗ്വിന്, കുറച്ച് പപ്പീസ് എല്ലാം കൂടെ കിടന്ന് പിന്നെ ഒരു ബ്ലൂ തലേണ, നമുക്ക് കിടക്കാൻ ഇടയില്ല മനുഷ്യർക്ക്. അങ്ങനെയായിരുന്നതാണ്. ഇനിയിപ്പോൾ ഒരാൾക്കുള്ള ഇടയും കൂടെ വേണം ഈ ടെടിക്കാവുമ്പോഴത്തേനും വലിയതായോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ ശില്പേനെ വിളിച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവൾ ഓർഡർ ചെയ്ത സാധനം വന്നെന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ അവൾ ആദ്യം ചോദിച്ചാൽ ആദ്യക്കുട്ടൻ ഇഷ്ടപ്പെട്ടോ എന്നാണ് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ഓക്കെ ആയി, ആദ്യക്കുട്ടൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ കവർ എന്നാന്ന് അറിയത്തില്ല, പൊട്ടിച്ചു കേട്ടോ വന്നത്. പിന്നെ വേറെ സാധനമൊന്നും അല്ല, വേറെ ഡാമേജോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിട്ടേൺ ഒന്നും ചെയ്തില്ല. ഇപ്പം ഞാൻ ഇനി മേലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം മേടിക്കത്തില്ലെന്ന പോലെ ഓർത്തിട്ടിരിക്കരുത്. ഇപ്പം പല സാധനവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫ്ലിപ്കാർട്ടുകാർ ക്യാൻസൽ ചെയ്തു. അതുപോലെ ഇപ്പോൾ ഈ ടെഡി ആണേലും ഒത്തിരി ദിവസം ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിന് മുന്നിൽ അമ്മ ആദ്യക്കൂട്ടിന് ഒരു കണ്ടെയ്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതും അതെ ഒത്തിരിയും ദിവസം അവർ പറഞ്ഞ ഡേറ്റ് ക്യാൻസൽ ചെയ്ത് വേറെ ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെ കേട്ടോ. ഭയങ്കര ഒരു ലാഗ് അടുപ്പിക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ടുകാർ. അതുകൊണ്ട് ഞാനിനി മീഷോയാണെ പറഞ്ഞ ദിവസത്തിനെക്കാട്ടിലും മുന്നിൽ ഇവിടെ സാധനവും കിട്ടും കേട്ടോ. പിന്നെ മീഷോയിൽ നിന്ന് എടുക്കാം എന്നൊക്കെ ഓർത്തുമ്പോൾ മിന്ത്ര അടിപൊളിയാണ് കേട്ടോ. മിന്ത്ര ആമസോണും എല്ലാം കണക്കാണ്. ഈ ഇത് മാത്രം നമ്മുടെ ഫ്ലിപ്കാർട്ട് മാത്രം ഭയങ്കര പറ്റിയിരാണോ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ തേണ്ട ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യക്കുട്ടിനെ കുളിപ്പിച്ചൊന്നുമില്ല കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒന്ന് ദേഹമൊക്കെ ഒന്ന് തുടച്ചെടുക്കണമെന്ന് ഓർക്കുക. കാരണം പനിയുള്ളതുകൊണ്ട് കുളിപ്പിക്കുന്നില്ല, എനിക്ക് പേടിയാണ്. പനി ഇപ്പോൾ കുറവുണ്ട് കേട്ടോ, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഏതാണ്ട് എഴുതുവോ ഞാൻ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് വിളിക്കാൻ കയറി പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരുന്നതിലും കയറി തൊടുവോ പിടിക്കുകയോ വീഴുവോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്.
അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവനെ ഏൽപ്പിച്ചിട്ട് പോകും, അമ്മ വരുമ്പോഴത്തേനും ചെയ്തേക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഇന്ന് ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടായിരുന്നു പോയത്. അപ്പം അതാ എന്നെ കാണിച്ച്. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത്. ആക്ച്വലി ഇത് എൻ്റെ ഫ്രണ്ട് ഇന്നാൾ ഇവിടെ വന്നില്ല, എൻ്റെ ഒരു കൂട്ടുകാരി, അവൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനം കേട്ടോ. അന്ന് അവർ ആമസോണിൽ നിന്ന് മറ്റേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഫ്ലിപ്കാർട്ട് തന്നെയാണെന്ന് തോന്നുന്നത്, അതായിരിക്കും ഇത്രയും ലേറ്റ് ആയത്. എന്താണേലും അവരന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിംഗ് ലൈറ്റ് കേട്ടോ. അപ്പം അവരത് പോയി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനുമാണ് സാധനം വന്നത്. അവരന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിലാട്ടോ വന്നത്. അപ്പം പോയി അത് എടുത്തിട്ട് എന്നോട് എടുത്തോളാൻ പറഞ്ഞു. കാരണം ഞാനും ഇവിടെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അവരിനി വരുമ്പോഴത്തേനും ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കത്തില്ല. എടുത്തോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ എടുത്തേക്കാവുന്ന ഞാനും പറഞ്ഞു. അപ്പം ഇതിന് മുന്നിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള്, എൻ്റെ അനിയത്തി ഇതുപോലെ എന്നോട് നീ ഒരു റിംഗ് ലൈറ്റ് വാങ്ങടി ഞാൻ മേടിച്ചിടാന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇതുപോലെ എനിക്ക് പൈസയൊക്കെ തന്നു. നിനക്ക് എൻ്റെ ഞാൻ അഡ്രസ്സ് കൊടുത്തില്ലേ. അപ്പോൾ അവൾ ഇതുപോലെ എനിക്ക് റിംഗ് ലൈറ്റ് വാങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോഴും ഞാൻ ഓർത്തത് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്താലും എനിക്കിതിൽ നിന്നൊരു ഇൻകം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നിലവിൽ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ, മേ ബി കിട്ടിയേക്കാം എന്നൊരു ഭാഗ്യപരീക്ഷണമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എന്താണ് ലൈറ്റിംഗ് ഒക്കെ ഇച്ചിരി കുറവാണ് എന്നൊക്കെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കേട്ടു, എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാലും ഓർത്തോളം ലൈറ്റൊക്കെ മതി, തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് റിംഗ് ലൈറ്റ് ഇത് എനിക്ക് ഇങ്ങനെ കിട്ടിയ കേട്ടോ. അപ്പോൾ എങ്ങനെ പോലും റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു. അതാണ് കറങ്ങി തിരിഞ്ഞ റിംഗ് ലൈറ്റ് എൻ്റെ കയ്യിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ സാധാരണ ഇവത്തെ പിടിപ്പിക്കുന്ന മാത്രമല്ല, അതായത് ട്രൈപോഡിൻ്റെ മണ്ടേ വെക്കുന്ന മാത്രമല്ല, ഇത് ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പോൾ നമ്മളൊരു ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ ഫുഡിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേനുമേ അതിലോട്ട് ലൈറ്റ് നല്ലതായിട്ട് വരും. ആ രീതിക്കൊക്കെ ഫിറ്റ് ചെയ്യാം, ടേബിളിലൊക്കെ ഫിറ്റ് ചെയ്യേണ്ടുള്ള ഒരു സ്റ്റാൻഡ് കേട്ടോ. അതുപോലെ കിച്ചണിലോ അല്ലെങ്കിൽ നമുക്കത് ഡ്രോയിങ്ങിനും അങ്ങനെ DIY ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു ഇതാട്ടോ. അപ്പം ഞാൻ എന്തായാലും കയ്യോടെ നോക്കിയിട്ട് അങ്ങ് എടുത്തു വെച്ച്. ഇപ്പോഴും ഇത് നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ടൈമിലുണ്ടല്ലോ എനിക്കിത് വേണ്ട എന്നൊരിതായിരുന്നു. സ്റ്റിൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുപടി എടുത്ത് പൊട്ടാതെ തട്ടാതെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി എടുത്ത ആദ്യക്കുട്ടനോ എല്ലാം താഴെ ഇട്ട സാധനം ട്യൂബ് ലൈറ്റ് ആണല്ലോ. അപ്പം അതെന്നാണേലും അതുപടി എടുത്ത് പാക്ക് ചെയ്ത് തിരിച്ച് അലമാരി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട ഉച്ച ആയപ്പോഴത്തേന്താ ഞാൻ ആദ്യക്കുട്ടൻ ഇച്ചിരി കഞ്ഞി കൊടുക്കാമെന്ന് ഓർത്ത് ചെന്ന് എടുത്തപ്പോൾ ഉണ്ടല്ലോ രാവിലെ തിളപ്പിച്ച് വെച്ച കഞ്ഞി കേട്ടോ. അന്നേരം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഈ സാധനം ഞാനൊന്ന് ഉടയ്ക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോഴത്തേനും വെന്തിട്ടുണ്ടായിരുന്നില്ല. അന്നപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊച്ചു കഴിക്കാൻ നേരമായപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി കാണും. അന്നേരം നോക്കിയപ്പോൾ കഞ്ഞി വെന്തിട്ടില്ല. പിന്നെ ആദ്യമേ ഓർത്ത് എങ്ങനെയും ഒന്ന് ഉടച്ച് കൊടുക്കാമെന്ന് ഓർത്ത് പിന്നെ ഓർത്ത് ഒന്നുകൂടെ കുക്കറിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് തന്നെ കൊടുക്കാമെന്ന് ഓർത്ത് തിരിച്ച് ഞാൻ ഒന്നുകൂടെ വേവിച്ച് കേട്ടിട്ട് അപ്പോഴത്തേനും നന്നായിട്ട് വെന്തേ. അതാകുമ്പോൾ അവന് ചവയ്ക്കണ്ടല്ലോ, ഒന്ന് ഞെരടി കൊടുക്കുമ്പോഴത്തേനും കുറച്ച് ചെറുതായിട്ടൊന്ന് വെച്ചിട്ടാണെങ്കിലും അങ്ങ് ഇറക്കി വിട്ടാൽ മതി. അങ്ങനെ വേണ്ട ആദ്യക്കുട്ടന് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു. അവന് കഞ്ഞിയും ചോറും ഒന്നും വലിയ താല്പര്യമില്ല, എന്നെ പോലെ തന്നെയാണ്. പിന്നെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, അല്ലേ ബോധം കിട്ടു പോകുന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പേടിപ്പിച്ചിരുത്തിയാട്ടോ ഓരോന്നും കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പേടിപ്പിച്ചും പറക്കിയൊക്കെ കഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വേണ്ട ആദ്യക്കുട്ടൻ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കണം. അങ്ങനെ ഞാനും കഞ്ഞിയൊക്കെ കഴിച്ചു. പിന്നെ വേണ്ട ആദ്യക്കുട്ടി അവിടെ പോയി കിടന്നു. അപ്പം ആദ്യക്കുട്ടന് ഇച്ചിരിയൊക്കെ ഒന്ന് കുറവുണ്ട് കേട്ടോ, കാരണം മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാലും ഭയങ്കര ഒരു ക്ഷീണമാണ്. അത് കാണുമ്പോഴത്തേനും എനിക്കും ഭയങ്കര ഒരു സങ്കടം കേട്ടോ. കാരണം ഓൾറെഡി എപ്പോഴും ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നവർ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സെറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ അവൻ്റെ കൂടെ ആ സെറ്റിൽ ഇച്ചിരി നേരം ഒന്ന് കിടന്നേറ്റപ്പോണല്ലോ എനിക്ക് തണുത്ത് വിറച്ചിട്ട് പോയി. ചോദിച്ചപ്പോൾ ആദ്യക്ക് തണുക്കുന്നില്ല, എനിക്ക് മാത്രമല്ല. അപ്പം ഞാൻ ഓർത്തു എനിക്ക് ഒന്നുകിൽ ഇവിടെ ബാംഗ്ലൂരല്ലേ ക്ലൈമറ്റ് ചേഞ്ച് ആയതായിരിക്കും എന്നോർത്തു. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവൻ്റെ പനി കിട്ടിയതാ. അവന് പല്ലിന് വേനയുടെ പനിയാന്ന് പറഞ്ഞാലും അത് പകരുന്നതാണോ ഒന്നും അറിയത്തില്ല. എന്നാണെങ്കിലും ഞാനിത് സ്വെറ്റർ എടുത്തങ്ങിട്ടു. ഇവിടെ നേരത്തെ ഞങ്ങൾ വന്ന ടൈമിലെല്ലാം ഫുൾ ടൈം ഞാൻ സെക്ടറിലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇവിടെ ഇങ്ങനെ ചൂടായ, മറ്റേ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ബാംഗ്ലൂരൊക്കെ മാറിയേ പോയി. ഇപ്പോൾ സെക്ടറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നപ്പം എനിക്കൊരു തണുപ്പ് തോന്നിയപ്പോൾ ഏതായാലും ഞാൻ എടുത്തങ്ങ് ഇട്ടതാണ്. കാരണം എനിക്കിവിടെ വയ്യാണ്ടായാൽ പിന്നെ പണി പാളിയല്ലോ. അപ്പം നമുക്ക് നമ്മുടെ കാര്യം കൂടെ അതുകൊണ്ട് നോക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ 4 മണിക്ക് ആദ്യക്കൂട്ടനെ പഴം പുഴുങ്ങി കൊടുക്കാമെന്ന് ഓർത്തപ്പോൾ അവന് പുഴുങ്ങിയ പഴം ഇഷ്ടമില്ലേ. അപ്പം ഇങ്ങനെ ഇച്ചിരി പഴം നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ്.
അപ്പം എനിക്കും അവനും ഞാനും ചൂടോടെ കഴിക്കാമെന്ന് ഓർത്ത് പഴവും ഇങ്ങനെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കട്ടൻ കാപ്പിയും എടുത്തു കേട്ടോ. അങ്ങനെ പോയി ഞാനും ആദ്യക്കെട്ടിനും കൂടെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അവനും ഇച്ചിരി ഒരു കുറവൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മരുന്ന് രാവിലെ കുടിപ്പിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇന്നലെ രാത്രിക്ക് ഒന്ന് കുടിച്ചു, അതുപോലെ ഇന്ന് രാവിലെയും ഒന്ന് കുടിച്ചു. 2 നേരം കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഇതേണ്ട ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മുടെ നെയ്ബേഴ്സ് ആട്ടോ, മുകളിൽ താമസിക്കുന്നവരാണ്. അപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അവർ വൈകുന്നേരം ആയപ്പോഴത്തേനും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും എന്നോട് ചോദിക്കും, ഈ ചൂടത്ത് എന്തിനാ ഈ സ്വെറ്റർ എടുത്തിട്ടേക്കുന്നതെന്ന് അവർക്കും കണ്ടപ്പോൾ ഒരു അത്ഭുതം കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി, അന്നേരം എനിക്ക് മാത്രം തോന്നി എന്തോ ഒരു പനിക്കോള് പോലെ എന്തോ ഫീലിംഗ് ആയിരുന്നെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ എന്തേണ്ട അതൊക്കെ ഊരിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമായ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് കൂടെ ഒന്ന് ഇടണേ. ഞാനിത് എന്നും ഇങ്ങനെ പറയുന്നതല്ലേ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.